അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ ചില്ലിയാണ്. അതിനുവേണ്ടി നമ്മൾ 10 കിലോ കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വിനീഗറാണ് ഒഴിച്ചിട്ടുള്ളത്. ഇത് വെളുത്തുള്ളിയാണ്, പിന്നെ ഇഞ്ചി. 10 കിലോ കോളിഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇലയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഒരു 5-6 കിലോ ഉണ്ടാവുള്ളൂ. ഇല തന്നെ ഉണ്ടാവും കുറച്ച് തോനെ. ഇതിൽ കാശ്മീരി ചില്ലിയാണ് ഇപ്പോൾ ഇടുന്നത്. മഞ്ഞൾപ്പൊടി, സൺ ചില്ലിയാണ്. സൺ ബ്രാൻഡ് എന്ന് പറഞ്ഞ ചില്ലിക്ക് വേണ്ടിയിട്ടുള്ളൊരു മസാലയാണിത്. ഇതിലേക്ക് നമ്മൾ മുട്ട ഇടുന്നുണ്ട്. മുട്ട നിങ്ങൾ ആ സ്പോട്ടിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ മുട്ട ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾ എടുത്ത് വെക്കുകയാണെങ്കിൽ മുട്ട ഉപയോഗിക്കരുത്, മുട്ട പെട്ടെന്ന് കേടായിപ്പോകും. ഇതിലേക്ക് ഉപ്പ്, പാകത്തിന് ഉപ്പ്. ചില്ലിയുടെ മസാലയൊക്കെ എല്ലാ ചില്ലിക്കും ഒരേപോലെ തന്നെയാണ്. കോൺഫ്ലവർ മാവാണിത്. ചില്ലി മസാല അതിൽ തന്നെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലവർ മാവ് ഇടുന്നത്. മസാല ഇളകി പോകാതിരിക്കാനാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. നമ്മുടെ ഈ കോളിഫ്ലവറിന് ഒരു ഷേപ്പ് ഇല്ലാത്തതുകൊണ്ട് ഗ്യാപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ ഗ്യാപ്പിലൊക്കെ കയറിയിരിക്കുക. അല്ലെങ്കിൽ ചില്ലി നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ വെളുത്തിരിക്കും. ഈ മസാല ഉള്ള സ്ഥലം മാത്രമേ ഉള്ളൂ കളറായിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തൊരു അരമണിക്കൂർ വെക്കണം നമ്മളതിന്. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ചില്ലി ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചില്ലി റെഡി ആയിട്ടുണ്ട്.